ഗുരുവായൂർ ഏകാദശിയാണെന്ന്. അതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളിലേക്ക് പോകാനുണ്ട്. സൂരജിനോട് വേഗം അങ്ങ് ചോദിച്ചാലോ? അതെ അതെ സൂരജ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഏകാദശിയാണ് ഗുരുവായൂരിൽ. അപ്പോൾ നല്ല തിരക്കുണ്ടാവും അറിയാം. എന്താണ് അവിടുത്തെ ഒരു ആംബിയൻസ്? പ്രജിൻ ക്രിസ്റ്റീന, വലിയ തിരക്ക് തന്നെയാണ് ഈ ഏകാദശി ദിനത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം എന്ന് കരുതുന്നു. ഇന്ന് ഈ ഗുരുവായൂരപ്പനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ആളുകളുണ്ട്. ഇന്നലെ പുലർച്ചെ തുറന്ന നടയാണ് ഈ ദർശനത്തിനായി. ഇനിയും നാളെ രാവിലെ 9 മണിക്ക് മാത്രമാണ് ഈ ഏകാദശിയുടെ ഭാഗമായി നട അടയ്ക്കുകയുള്ളൂ. പക്ഷേ എന്നാൽ പോലും ഇന്നലെ രാത്രിയൊക്കെയായി ക്യൂവിൽ നിൽക്കുന്ന ആളുകളാണ്. ഇന്നലെ നമ്മളുമായി പലരും ബന്ധപ്പെടുന്നുണ്ട്. ഈ ക്യൂവിലൊക്കെ നിന്നും അടുത്ത ആളുകൾ നമ്മളോട് ബന്ധപ്പെടുന്നുണ്ട്. പക്ഷെ മണിക്കൂറുകൾ നീളുന്ന ക്യൂ. പക്ഷേ ഇതൊന്നും ആക്കാതെ, അതായത് അതിലൊന്നും ഒരു വിഷമവും കൽപ്പിക്കാതെ മണിക്കൂറുകളായി നിന്ന് ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന നിരവധി പേരുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഏകാദശി ദിനത്തിൽ നടക്കുന്ന പ്രസാദ ഊട്ടിലടക്കം പങ്കെടുക്കുന്നത് ഭക്തരെ സംബന്ധിച്ച് ഏറെ പ്രധാനമുള്ള കാര്യമാണ്. 40,000 പേർക്ക് ഇത്തവണ ഈ പ്രസാദ ഊട്ടിൽ പങ്കെടുക്കുന്നതിനുള്ള ഒരുക്കങ്ങളാണ് ദേവസ്വം ബോർഡ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഗുരുവായൂർ പ്രതിഷ്ഠാ ദിനം, അതോടൊപ്പം ഗീതാദിനം, അങ്ങനെ തുടങ്ങി പല ഐതിഹ്യങ്ങളും ഇന്നത്തെ ഈ ദിനത്തിനെ സംബന്ധിച്ചുണ്ട്. നിരവധി പേരാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സംസ്ഥാനത്തിന് പുറത്തു നിന്നുമായും ഈ ഏകാദശി ദർശനം നടത്തുന്നതിനായി ഗുരുവായൂരിലേക്ക് എത്തുന്നത്. എന്തായാലും വലിയ തിരക്ക് ഗുരുവായൂരിൽ അനുഭവപ്പെടുകയാണ്. പ്രജിത്ത്, യെസ്, അപ്പോൾ ഏകാദശിക്ക് നല്ല തിരക്കുണ്ടെന്നാണ് ഗുരുവായൂരിൽ നിന്നും സൂരജ് സജി റിപ്പോർട്ട് ചെയ്തത്.